ഹായ് എവരി വൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മണി സേവിങ് ടിപ്പാണ്. എങ്ങനെയാണ് എത്ര പെട്ടെന്നാണ് നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ സ്വർണം ഈസിയായിട്ട് ഒരു വർഷത്തിൽ സേവ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലോട്ടൊന്ന് പോകാം. ഹൗ ടു സേവ് ഗോൾഡ് ഈസിലി ഇൻ എ ഇയർ. എങ്ങനെയാണ് ഒരു വർഷത്തിൽ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് നമുക്ക് എങ്ങനെയാണ് സ്വർണം സേവ് ചെയ്യാം. മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ളവർക്കും ഈസി ആയിട്ട് സ്വർണം വാങ്ങാൻ കഴിയും. അതായത് ലോ ഇൻകം ഉള്ളവർക്കും സ്വർണം വാങ്ങാൻ കഴിയും. ഇപ്പം മിഡിൽ ക്ലാസ് ഉള്ള ഫാമിലിയിലുള്ളവർക്കാണെങ്കിൽ 2-3 പെൺകുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ മെത്തേഡൊക്കെ ഫോളോ ചെയ്താൽ അവർക്കും ഈസി ആയിട്ട് സ്വർണം സേവ് ചെയ്യാൻ കഴിയും. കല്യാണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ വാങ്ങാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചായിട്ട് ചെറുതായിട്ട് വാങ്ങി ഓരോ വർഷത്തിലും വച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ ആവശ്യം വരുമ്പോൾ നമുക്കൊരു ലംബായിട്ടൊരു എമൗണ്ടിൻ്റെ ഗോൾഡ് നമ്മുടെ കയ്യിൽ ഇരിക്കും. അതുകൊണ്ട് ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ 2 മെത്തേഡാണ് പറയുന്നത്. ചിട്ട് ഫോർ ഗോൾഡ് ചിട്ടി. ഇതിനു മുമ്പേ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ഷോപ്സുകൾ അവൈലബിൾ ആണ്. ലളിത, GRT അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഷോപ്പുകൾ അവൈലബിൾ ആണ്. മേക്കിംഗ് ചാർജ് ഒന്നുമില്ലാതെ നമുക്ക് ചിട്ടിയിൽ ചേരാവുന്നതാണ്. 11 മാസം അടച്ചാൽ മതിയാവും. 12ാമത്തെ മാസം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സ്വർണം വാങ്ങാൻ കഴിയും. പക്ഷേ ചില ജ്വല്ലറിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ കോയിൻ കൊടുക്കത്തില്ല, ജ്വൽസ് മാത്രമേ വാങ്ങാൻ കഴിയുള്ളൂ. ഫസ്റ്റ് മെത്തേഡ് ചിട്ട് ഫോർ ഗോൾഡ് ചിട്ടാണ്. സെക്കൻഡ് മെത്തേഡ് എന്തെന്ന് വെച്ചാൽ ചിട്ടിയാണ്. 2 മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലി ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്കും പെട്ടെന്ന് വാങ്ങാൻ നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്വർണ്ണം വാങ്ങുമ്പോൾ അതിൽ GST ഇപ്പോൾ എന്തായാലും 3% ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മേക്കിംഗ് ചാർജ് ഇല്ല. 11 മാസത്തെ സ്കീമാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ്, 4000 ആണ് മാസം. 4000 രൂപ വെച്ച് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ അത് 11 മാസമാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഒരു മാസം 4000 രൂപ വെച്ച് 11 മാസം അടച്ചു കഴിയുമ്പോൾ 44,000 രൂപയാണ് വരുന്നത്. അതായത് നമ്മൾ ഗോൾഡ് ചിട്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, 4000 നിങ്ങൾക്ക് 4000 പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000-ഓ 3000-ഓ എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്രയാണോ നിങ്ങളെ കൊണ്ട് പറ്റുക അതനുസരിച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. എത്ര രൂപ നിങ്ങൾ അടയ്ക്കുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാൻ കഴിയും. നമുക്ക് സേവ് ചെയ്യുന്ന, ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സാലറിയിൽ നമ്മൾ ആദ്യം സേവിങ്സിന് വേണ്ടി കാശ് എടുത്ത് മാറ്റണം. അതിനുശേഷം നമുക്ക് എക്സ്പെൻസിന് കാശ് മാറ്റണം. ആദ്യം ഫസ്റ്റ് സേവിങ്സ്, നെക്സ്റ്റ് ഓൺലി എക്സ്പെൻസ്. അതുകൊണ്ട് ഇപ്പം 4000 രൂപ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 44,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡായ ഗോൾഡ് ചിട്ട് സ്കീമിൽ നമുക്ക് ഈസി ആയിട്ട് 2 ഗ്രാമിൻ്റെ സ്വർണം വാങ്ങാൻ കഴിയും. ഈസി ആയിട്ട് 2 പവൻ്റെ സ്വർണം വാങ്ങാൻ കഴിയും. 2 ഗ്രാമല്ല, 2 പവൻ്റെ സ്വർണം ഈസി ആയിട്ട് വാങ്ങാൻ കഴിയും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചിട്ടിയാണ്. നമ്മൾ ഈ ഏലച്ചിട്ടി അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അത് നമുക്ക് ഏറ്റവും വിശ്വാസം ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ 10 മാസം ചിട്ടിയൊക്കെ ഈ വീടുകളിൽ, നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ, അതായത് നമുക്ക് നല്ല വിശ്വാസമുള്ളവരായിട്ടിരിക്കണം. കാരണം ഒരുപാട് ഇപ്പം പറ്റിപ്പൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ കൊടുക്കാതെ, നിങ്ങൾ നല്ല വിശ്വാസമുള്ള, ഒരുപാട് സ്വന്തം വീടൊക്കെ വെച്ച് താമസിച്ച് അവർ ഒരുപാട് പ്രാവശ്യം ചിട്ടിയൊക്കെ നടത്തി അങ്ങനെ ഒരുപാട് കാശൊക്കെ കൊടുത്തിട്ടുള്ളവരെ കയ്യിൽ വേണം നിങ്ങൾ കൊടുക്കാൻ. അങ്ങനെ നിങ്ങൾ ഉള്ളവരെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 1 ലക്ഷത്തിൻ്റെ ചിട്ടി നിങ്ങൾ ചേരണം. അതായത് അത് 10 മാസമാണ്. 10 മാസം എന്ന് വെച്ചാൽ നിങ്ങൾ മാസം 10,000 രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇപ്പം 10,000 രൂപ അടയ്ക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനെയോ ചേർക്കാം. ഒന്നീ 50-50, അതായത് 5,000 ഞാൻ 5,000 നിങ്ങൾ 5,000 അങ്ങനെയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ചേരാം. അപ്പോൾ നിങ്ങൾക്കൊരു ലംബായിട്ട് ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഒരു 5-6 മാസം കഴിയുമ്പോൾ. അതിന് നിങ്ങൾ 50-50 ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്തെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 75-25, അതായത് 6,000-4,000 അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ബൾക്കായിട്ടുള്ള എമൗണ്ട് 10,000 എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
നിങ്ങൾക്കും ഇതുപോലെ ചിട്ടിയിൽ ചേർന്ന് അതിൽ നിന്ന് നമുക്ക് 10ാമത്തെ മാസം ആകുമ്പോൾ നിങ്ങൾക്കൊരു ലംബായിട്ടൊരു എമൗണ്ട് 1,00,000 അകത്ത് എമൗണ്ട് കിട്ടുന്നതാണ്. ആ എമൗണ്ട് നിങ്ങൾ 10,000 നിങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 1,00,000 രൂപ നോട്ടക്കൂലി പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇല്ല നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്താണ്, അതായത് ഹാഫാണ് നിങ്ങൾ സേവ് ചെയ്യുന്നതാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എമൗണ്ട് ഹാഫ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ 5,000 രൂപ വെച്ചാണ് നിങ്ങൾ ഇപ്പോൾ ഇത് അടയ്ക്കുന്നതാണെങ്കിൽ, അതായത് ചിട്ടി അടയ്ക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് മാസം 5,000 രൂപ കൊടുക്കണം. അടുത്തത് എന്ത് ചെയ്യുന്നു വെച്ചാൽ 3,500, 3,400, 3,600, 3,300, അതിനുശേഷം പിന്നെ വീണ്ടും കൂടും. അങ്ങനെയാണ് ആ ചിട്ടിയുടെ ആ ഒരു ഫോർമാറ്റ്. അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ അവസാനമാണ് നമ്മൾ പിടിക്കുന്നതാണെങ്കിൽ 1,00,000 ചിട്ടിയാണെങ്കിൽ നോട്ടക്കൂലി പോയിട്ട് വരുന്നത് 95,000 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ 2 മെത്തേഡും പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഗോൾഡ് ചിട്ടിൻ്റെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് മെത്തേഡ് ചിട്ടിയാണ്. 2 മെത്തേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതല്ല 10,000 രൂപ അല്ല, നമുക്കിതിനേക്കാളും കൂടുതലായിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഗോൾഡ് കോയിൻ വാങ്ങി വെക്കുന്നതാണ്. ഗോൾഡ് കോയിൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ ആവശ്യത്തിന് ആ സമയത്തിന് 10 വർഷമോ ഇല്ലെങ്കിൽ 20 വർഷമോ കഴിഞ്ഞിട്ടുള്ള കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് അപ്പോഴത് എന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ല യൂസ്ഫുൾ. ആ സമയത്ത് എന്താണോ ഡിസൈൻ ആ ജുവൽസ് ആ കോയിനെ കൊടുത്ത് നമുക്ക് വാങ്ങാൻ കഴിയും. ബെസ്റ്റ് ആയിട്ടുള്ളത് ഗോൾഡ് കോയിൻ തന്നെയാണ്. ഗോൾഡ് കോയിൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് നല്ല ഉപകാരം ഉണ്ടായിരിക്കും. നിങ്ങൾക്കിപ്പം ഗോൾഡ് വാങ്ങാൻ താല്പര്യമില്ല എന്നുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ലാൻഡ് വാങ്ങാം. ലാൻഡ് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെന്ന് വെച്ചാൽ ലാൻഡ് വാങ്ങി ഇടാവുന്നതാണ്. നിങ്ങൾക്ക് വീട് വയ്ക്കോ, നിങ്ങൾക്ക് എപ്പോഴാണോ കാശൊക്കെ നിങ്ങളുടെ കയ്യിൽ റെഡി ആവുന്നത് ആ സമയത്ത് ലാൻഡ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കാശ് കിട്ടുന്ന സമയത്തിൽ കുറേശ്ശെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട് വയ്ക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില എന്ന് പറയുകയാണെങ്കിൽ 1 ഗ്രാം 5,200 രൂപയാണ് ഇന്നത്തെ റേറ്റ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8 ഗ്രാമിൻ്റെ റേറ്റ് എന്തെന്ന് വെച്ചാൽ 41,600 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 16 ഗ്രാമിൻ്റെ റേറ്റ് 83,200 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് 2 ഗ്രാമിൻ്റെ സ്വർണം ഈസി ആയിട്ട് വാങ്ങാൻ കഴിയും. മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ളവർക്കും അവർക്കും നമ്മളെ കൊണ്ട് സ്വർണം വാങ്ങാൻ കഴിയില്ല, എന്ത് ചെയ്യും, നമുക്ക് 2 പെൺകുട്ടികൾ, നമുക്ക് 3 പെൺകുട്ടികൾ, നമ്മൾ എന്ത് ചെയ്യും വിഷമിക്കുന്നവർക്കും ഈസി ആയിട്ട് ഈ 2 മെത്തേഡും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടിലും ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന് രണ്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ലതാണ്. ഫോളോ ചെയ്ത് നിങ്ങൾക്കും സ്വർണം വാങ്ങാൻ കഴിയും, ഈസി ആയിട്ട് സ്വർണം വാങ്ങാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസും മണി സേവിങ് ടിപ്സ് എല്ലാം ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്.